തീർച്ചയായിട്ടും നമുക്ക് സ്വത്തോ സൗകര്യങ്ങളോ അതുപോലെ സാമ്പത്തികം ഒന്നും വേണ്ട. നമുക്ക് വൈകുന്നേരം സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. അത് വളർത്തിയെടുക്കാൻ വരും തലമുറ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിപ്പോൾ വൈകുന്നേരം ടീച്ചറുടെ കാര്യങ്ങളും ബാക്കിയൊക്കെ പറയാനുള്ളത് കൊണ്ടും ഇങ്ങനെ വേദി ഉണ്ടാക്കി പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൂട്ടായ്മ നമുക്ക് ഭാവിയിലും ഇവിടെ നിലനിർത്താൻ നമ്മുടെ ഉള്ള ബുദ്ധി വെച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സഹകരിക്കാനും അത് നിലനിർത്തുവാനും അത് വീണ്ടും ഇനിയും ഇവിടുന്ന് അധ്യാപകർ പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് നടത്തി പഴയകാല സ്മരകൾ അയവർക്കാർ പല വീടുകളിലും ഇതിൻ്റെ കത്ത് കിട്ടിയതാണ്. ഇതിനൊരു പ്രത്യേക ക്ഷണത്തിൻ്റെ ആവശ്യമില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമം തന്നാൽ ഒന്ന് പോയി നോക്കാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആർക്കും സമയമില്ല. ഒന്നില്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങുണ്ടാവും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും TV കണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമായി മാറിക്കാം. നമ്മൾ ഉള്ളവരെങ്കിലും ഇത് സൂക്ഷിക്കുവാനും ഇത് ഒരു കൈമുതലാക്കി ഭാവിയിൽ ഇത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകാനും നമുക്ക് സഹകരിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ പോയ രസം കിട്ടില്ല. അപ്പോൾ ഒരു പാട്ടുപാടി അനുഭവങ്ങൾ പങ്കുവെക്കാൻ പൂർവ്വ വിദ്യാർത്ഥി ഈ സ്കൂളിലെ അധ്യാപകനും കൂടിയായിട്ടുള്ള അബ്ബാസ് മാഷോട് അഭ്യർത്ഥിക്കുക. ഹലോ, രണ്ട് വാക്ക് സംസാരിക്കാം. കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് സിബി ടീച്ചർ. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന രാധ ടീച്ചർ അന്ന് കാലഘട്ടത്തിൻ്റെ ടീച്ചറായിരുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നു. കാരണം ഞാൻ 80 ഇവിടെ 1ാം ക്ലാസ്സിൽ. ഞാനിപ്പോൾ 83 SLC. ആ കാലഘട്ടത്തിൽ ഇവിടെ ഞാൻ ഇവിടുന്ന് 7ാം ക്ലാസ്സിൽ പോകുന്ന സമയത്താണ്. ശരിയാണ്, 78 അപ്പോൾ ഞാനന്ന് 5ാം ക്ലാസ് സമയത്താണ് ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ സ്കൂൾക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആശങ്കയാണ്. കാരണം ഇത്തരം ടീച്ചറുള്ള സമയത്ത് എങ്ങനെ ഈ സ്കൂൾക്ക് വരിക എന്നൊക്കെ ഉണ്ടായിരുന്നേ. ടീച്ചർ ടീച്ചർ മുമ്പിൽ പഠിപ്പിക്കാനൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ അസ്ഥാനത്തായി. എന്നാലും ഈ പിരിയുന്ന വേളയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഈ വേളയിൽ പങ്കുവെക്കുക എന്നൊരു ഒരു നാടൻ പാട്ട് പാടിക്കൊണ്ട് ഞാൻ സദസ്സിനെ സമ്പന്നമാക്കുകയാണ്. ഇടക്കിടക്ക് വീട്ടിൽ വിരുന്നിന് പോകുന്ന ഒരു മരുമകന്റെ ഒരു അനുഭവം ഇവിടെ ഒരു പാട്ടിലൂടെ ഞാൻ വിവരിക്കുകയാണ്. ആ നാട്ടിലക്കരക്കാർ നട്ട് വളർത്തിയ മൈലാഞ്ചി, ആ നാട്ടിലക്കരക്കാർ നട്ട് വളർത്തിയ മൈലാഞ്ചി, ഈ നാട്ടിലിക്കരക്കാർ ഇങ്ങനെ നുള്ളിയ മൈലാഞ്ചി, ഈ നാട്ടിലിക്കരക്കാർ ഇങ്ങനെ നുള്ളിയ മൈലാഞ്ചി. മൈലാഞ്ചണിഞ്ഞു ഞാൻ അന്നേരു നാൾ അമ്മായി വീട്ടിൽ വിരുന്നിനു ചെന്നപ്പോ, മൈലാഞ്ചണിഞ്ഞു ഞാൻ അന്നേരു നാൾ അമ്മായി വീട്ടിൽ വിരുന്നിനു ചെന്നപ്പോ, കപ്പയും കുമ്പളും മൂത്തു കിടന്നിട്ടും കൂട്ടാൻ തന്നില്ല എൻ്റെ അമ്മായി. നല്ലരി ചോറ് ഊറിയിലിരിക്കുമ്പോ കല്ലരി തന്നെൻ്റെ അമ്മായി. ഡമ്മായി ചത്തന്നേ ഞാൻ ഇന്നലെ കേട്ടല്ലോ, ഡമ്മായി ചത്തന്നേ ഞാൻ ഇന്നലെ കേട്ടല്ലോ. അപ്പ കൂടിച്ചു ഞാൻ ഒരു കിണ്ടി പച്ചവെള്ളം, അപ്പ കൂടിച്ചു ഞാൻ ഒരു കിണ്ടി പച്ചവെള്ളം. അപ്പച്ച വെച്ചു ഞാൻ 4-5 പറ്റിയില്ല, അപ്പച്ച വെച്ചു ഞാൻ 4-5 പറ്റിയില്ല. ഡമ്മായിയുടെ നെഞ്ചത്തേരു മച്ചും മണിയും പണിയണം, ഡമ്മായിയുടെ നെഞ്ചത്തേരു 3 അടുപ്പും കൂട്ടേണം, ഡമ്മായിയുടെ നെഞ്ചത്തേരു മച്ചും മണിയും പണിയണം, ഡമ്മായിയുടെ നെഞ്ചത്തേരു 3 അടുപ്പും കൂട്ടേണം. ഡമ്മായി ചത്തന്നേ ഞാൻ ഇന്നലെ കേട്ടല്ലോ, ഡമ്മായി ചത്തന്നേ ഞാൻ ഇന്നലെ കേട്ടല്ലോ. ആ നാട്ടിലക്കരക്കാർ നട്ട് വളർത്തിയ മൈലാഞ്ചി, ഈ നാട്ടിലിക്കരക്കാർ ഇങ്ങനെ നുള്ളിയ മൈലാഞ്ചി. അബ്ബാസ് മാഷ് അങ്ങനെ പാടുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്കും അടിയന്തരമായി പാടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ അയൽവാസി PTA എക്സിക്യൂട്ടീവ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയൊക്കെ ആയിട്ടുള്ള മണികണ്ഠൻ പാട്ടും പാടും സംസാരിക്കുകയും ചെയ്യും.
സ്കൂളിൻ്റെ വാർഷികവും നമ്മളെ പ്രിയപ്പെട്ട ഷെഫി ടീച്ചർ പിന്നീട് പോലും ഞാൻ അനുബന്ധിച്ചുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 76 ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 1ാം ക്ലാസ് മുതൽ തന്നെ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് പാടാനും എനിക്ക് പാട്ടിനെ കുറിച്ച് പറഞ്ഞു തരാനും ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഭാരതി ടീച്ചർ, അതേപോലെ തന്നെ സെഫി ടീച്ചർ, ഇവിടെ ഇരിക്കുന്ന രാധ ടീച്ചർ, ഈ പാർവതി ടീച്ചർ, പിന്നെ അങ്ങനെ ഒരുപാട് ടീച്ചർമാരും മാസ്റ്റർമാരെല്ലാം സഹായം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുണ്ടായതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു പാഠം എഴുതുന്നെങ്കിൽ അവരുടെ പ്രചോദനം കൊണ്ട് മാത്രമാണ്. പിന്നെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബാക്കിൽ ഈ ആട്ടക്കട എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളെ ഇവിടുത്തെ ഒരു ഹോബി. പിന്നെ ചട്ടിപ്പന്ത് കളിക്കുക. ഇതിനൊക്കെ പുറമെ തന്നെ ഒന്ന് കളിക്കാൻ എനിക്ക് പിന്നെ അതിൻ്റെലും പരിപാടി ജില്ലാ കലോത്സവമോ സംസ്ഥാന കലോത്സവമോ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കളിക്കാനും പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ കലോത്സവം നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതിന് 2 ദിവസം മുന്നേ ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടിൻ്റെയും സംഗാനം പല ഡാൻസിൻ്റെ ഒക്കെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നെ പാടാൻ വേണ്ടിയിട്ട് പാട്ട് റിഹേഴ്സൽ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടുത്തെ ഗോപാലകൃഷ്ണ മാഷ് എന്നെ വിളിക്കുകയുണ്ടായി. പക്ഷെ ഞാനത് ചെവി കൊള്ളാതെ ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി. ആ സമയത്ത് വീണ്ടും എന്നെ ആ മാഷ് വിളിച്ചു വരുത്തി എനിക്ക് നല്ലൊരു അടി തന്നു. അതാണ് നല്ലൊരു അനുഭവം ഉള്ളത്. പിന്നെ ഇതാണ് കൂടുതൽ ടീച്ചർമാരായിട്ടും മാഷുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. അത് എന്നും എൻ്റെ മനസ്സിൽ എന്നും, അതും ഇവിടെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആ ഒരു ഓർമ്മ എന്നും ഉണ്ടാവണം. നമ്മളുടെ അധ്യാപകരും ഗുരുക്കന്മാരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏതായാലും ഞാൻ ഈ സ്കൂള് യു പി സ്കൂൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടിയ ഒരു ലളിതഗാനം അവിടെ പാടിക്കുന്നു. 2 പേര് ഓമന പൈതലേ വാവാവുറങ്ങു എന്നാരോമലേ വാവാവുറങ്ങു എന്നാരോമലേ വാവാവുറങ്ങു എൻ ഓമന പൈതലേ വാവാവുറങ്ങു എന്നാരോമലേ വാവാവുറങ്ങു എന്നാരോമലേ ചില്ലയിൽ ചാഞ്ചാടും ചെമ്പനിർ പൂപ്പു ചാഞ്ചാട് തൊട്ടിലിൽ ചാഞ്ചാടു നീ ചില്ലയിൽ ചാഞ്ചാടും ചെമ്പനിർ പൂപ്പു ചാഞ്ചാടു തൊട്ടിലിൽ ചാഞ്ചാടു നീ ഭക്തിയും മുക്തിയും സന്താനമേകിടാൻ ഭക്തിയും മുക്തിയും സന്താനമേകിടാൻ കാഞ്ചന കൺമണി എൻ കൺമണി കാഞ്ചന കൺമണി